ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള ഉസ്താദുമാരെ, എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി എന്തെങ്കിലും ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന പെർമിഷനൊക്കെ നമ്മൾ അലോ 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 എന്ന് അടിച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും, നമ്മളത് അത്ര കാര്യമാക്കൂല, നമ്മൾ അലോ എന്ന് അടിച്ചു കൊടുക്കും. എന്നാൽ നമ്മളത് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമുക്ക് നമ്മളെ ലാംഗ്വേജിൽ എന്താണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാനൊരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു UPI അനൗൺസർ എന്ന് പറയുന്ന ഒന്ന് എനിക്ക് ആവശ്യമുണ്ട്. അതായത് സാധാരണ ഗൂഗിൾ പേ ബിസിനസ്സിൽ എന്ത് ചെയ്യും, പൈസ അയച്ചായിരിക്കും ഒരു കോൾ വരും, ഒരു വോയിസ് മെസ്സേജ് വരും, കാശ് കിട്ടി എന്ന് പറഞ്ഞിട്ട്. അത് GPay ബിസിനസ്സിനാണ് അതുള്ളത്, സാധാ GPayക്ക് അതില്ല. ഏത് UPI പേയ്മെൻറ്റ് നടത്തിയാലും അത് അനൗൺസർ ചെയ്യുന്ന ഒരു ആപ്പുണ്ട്, GPay അനൗൺസർ എന്നടിച്ചു കൊടുക്കുക. ഇതാണ് ആ സാധനം, ഇതാ ഈ കിടക്കണ GPay അനൗൺസർ. ഇത് നമ്മളെന്ത് ചെയ്യുക, അനൗൺസർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഏത് UPI പേയ്മെൻറ്റ് നമ്മൾ ചെയ്താലേക്കൊക്കെ അത് എന്ത് ചെയ്യുക, അപ്പോഴൊക്കെ ഒരു വോയിസ് മെസ്സേജ് വരും, കാശ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് വരും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു തേർഡ് പാർട്ടി ആപ്പാണ്. ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇനി നമ്മളിത് ഓപ്പൺ അടിക്കുകയാണ്. ഓപ്പൺ അടിക്കുന്ന സമയത്ത് അവരെന്തൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. ഇത് എനിക്ക് എന്താണെന്ന് അറിയില്ല. അങ്ങനെ വന്നാൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാനിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത്, പല രീതിയിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയും ഫോണിൽ. ചിലത് 3 വര വരച്ചാൽ എടുക്കുക. അത് എങ്ങനെ വെച്ചാൽ നിങ്ങളെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്താൽ നേരെ ഷെയർ എന്നുള്ള ബട്ടൺ കാണാം, അതിൽ പോവുക. അതിൽ പോയാൽ ഇവിടെ ഇങ്ങനെ വാട്സപ്പ്, പല Gmail എന്നൊക്കെ കാണാം. അതിൽ നേരെ നമ്മൾ ഈ ഗൂഗിൾ എന്നതിൽ പോവുക. അതിൽ ഗൂഗിൾ സെർച്ച് ഇമേജ് എന്നുണ്ടല്ലോ, ഇതിൽ പോവുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ്. ഇപ്പോൾ അത് അതിലേക്ക് വന്ന് ഇനി നമ്മളതിൻ്റെ നേരെ അടുത്ത് ട്രാൻസ്ലേറ്റ് എന്ന് കാണാം. ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന് കാണാം, അതിലടിച്ചു കൊടുക്കുക. ഞാൻ ആൾറെഡി ഇംഗ്ലീഷ് ടു മലയാളം എന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ അങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ശരിയായ രീതിയല്ല. ഈ ആപ്പ് നമ്മളെന്തൊക്കെയോ കാര്യങ്ങൾ ചോർത്തുന്നുണ്ട് എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കുക ചെയ്തത്. എന്തൊരു സംഗതി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചെങ്ങാണ്ട് കൈകാര്യം ചെയ്യുക. നമുക്കറിയാത്ത ലാംഗ്വേജിലാണ് വന്നിട്ടുള്ളത് എങ്കിൽ നമുക്കറിയുന്ന ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇത്. പരമാവധി വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടിയാണ് നിങ്ങളിത് കാണുന്നത് എങ്കിൽ ആ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് അമർത്തി വെക്കുക. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.